ഡിയർ സ്റ്റുഡൻറ്റ്, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്റർ 3, ചാപ്റ്റർ നെയിം ഓപ്ഷൻ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഡെറിവേറ്റീവ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ടൈപ്സിൽ പെട്ടതാണ് ഓപ്ഷൻ അല്ലേ. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്സ്, ഇങ്ങനെ 4 ടൈപ്സ് ആയിട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ അതിലുള്ള ഓപ്ഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫ്യൂച്ചർ എന്താണെന്ന്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷനാണ്. വേണമെങ്കിൽ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ വിറ്റാൽ മതി അല്ലേ. അല്ലെങ്കിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഓപ്ഷൻ ബേസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ട് അതിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത്. സോ അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷൻ ബേസിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ അട്രാക്റ്റീവ് ആവും എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ ഓപ്ഷൻസ് ഫോർവേഡിലൊക്കെ ഫ്യൂച്ചറിലൊക്കെ നമ്മൾ എന്താ പഠിച്ചത്? ഫ്യൂച്ചറിൽ ഓവർ ദ കൗണ്ടറിലൂടെ അല്ല, മീൻസ് ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ തന്നെയാണ് അവിടെ ട്രേഡിങ് നടത്തുന്നത്. പക്ഷേ അവിടെ വാങ്ങൽ ഒബ്ലിഗേഷൻ ആയിരുന്നു അല്ലേ, നിർബന്ധമായിരുന്നു. വാങ്ങുകയും വിൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാൾ കരാറിൽ ഏർപ്പെടുകയാണല്ലോ, 2 പാർട്ടീസ്. അവർ അത് ചെയ്യൽ നിർബന്ധമായിരുന്നു. പക്ഷേ ഓപ്ഷനിൽ നമുക്ക് അങ്ങനെയല്ലേ പറയുന്നത്. ഓപ്ഷനിൽ എന്താണ്, ഈ വാങ്ങണം എന്നുള്ള ഒരു നിർബന്ധം, ഒബ്ലിഗേഷൻസ് ഇല്ല, വിത്തൗട്ട് ഒബ്ലിഗേഷനാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ. വിത്തൗട്ട് ഒബ്ലിഗേഷനാണ്. അതിൽ നമുക്ക് റൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. മനസ്സിലാക്കുക, നമുക്ക് വേണമെങ്കിൽ വാങ്ങാനുള്ള അവകാശം ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വിത്തൗട്ട് ഒബ്ലിഗേഷനാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് മറ്റുള്ളതിൽ നിന്നും അതിനെ ഡിഫറൻ്റ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ബയ്യറും സെല്ലറും മുൻകൂട്ടി തീരുമാനിച്ച് ഒരു അണ്ടർലൈൻ, ഇതൊക്കെ ബാക്കിയൊക്കെ സെയിമാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പറഞ്ഞതുപോലെ ഒരു അണ്ടർലൈൻ അസറ്റ്സിൻ്റെ മുകളിൽ നിന്നാണ് ഇതിൻ്റെ പ്രൈസ് വാല്യൂ ഫിക്സ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ഡേറ്റ് ഉണ്ടായിരിക്കും, ഫ്യൂച്ചർ പീരിയഡ് ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഇവിടെ എന്താണ്, വാങ്ങണം എന്ന് ഒരു നിർബന്ധമല്ല. നമുക്ക് നഷ്ടം ഇപ്പോൾ ബയ്യർക്ക് നഷ്ടം വരികയാണ് തോന്നിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്, വാങ്ങൽ നിർബന്ധമല്ല. ആൾക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാൻ പറ്റും. അതാണ് ഓപ്ഷന്. നമുക്ക് ഓപ്ഷനാണ്, വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ വേണ്ട എന്ന രീതിയിലുള്ള ഓപ്ഷനാണ് അവിടെ കൊടുക്കുന്നത്. സോ ഇവിടെ ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ബയ്യറാണ് ഏറ്റവും കിങ് എന്ന് പറയുന്നത്. ബയ്യർക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് കേട്ടോ. അതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ മീനിങ് ഒന്ന് നോക്കാം നമുക്ക്. മീനിങ് ഓഫ് ഓപ്ഷന്, ഓപ്ഷൻ സിംപ്ലി റെഫേഴ്സ് ചോയ്സ് ഓർ ഫ്രീഡം. അങ്ങനെയാണല്ലോ, ചോയ്സോ അല്ലെങ്കിൽ ഫ്രീഡത്തിനെ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് അതുതന്നെയാണ് അല്ലേ. ബയ്യർക്ക് വാങ്ങാനും അതുപോലെ വിൽക്കാനുള്ള ഒരു റൈറ്റ്, അല്ലെങ്കിൽ വാങ്ങിച്ചത് എന്താണ്, വാങ്ങിച്ചത് വേണ്ടാന്ന് വെക്കാനുള്ള റൈറ്റും വിറ്റത് വിൽക്കണില്ല എന്ന് പറയാനുള്ള റൈറ്റുള്ള ഒരു കാര്യമാണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ചോയ്സാണ്, ഫ്രീഡമാണ് കേട്ടോ. ചോയ്സ് ഓർ ഫ്രീഡം മേ ഓർ മേ നോട്ട് ബി യൂസ്ഡ് ഡിപ്പെൻഡിങ് അപ്പോൺ സിറ്റുവേഷൻ അല്ലേ. സിറ്റുവേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കുന്നത് എന്താണോ അതാണല്ലോ നമ്മുടെ ഫ്രീഡം. അതാണ് ഫ്രീഡം അല്ലെങ്കിൽ ചോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഓപ്ഷൻ മീൻസ് എ റൈറ്റ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റ് വിത്തൗട്ട് ഒബ്ലിഗേഷനാണ്. അപ്പോൾ വിത്തൗട്ട് ഒബ്ലിഗേഷനായിട്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വാങ്ങൽ നിർബന്ധമില്ല എന്നുള്ളതാണ്. ഇതിൽ 2 പാർട്ടീസുകളുണ്ട്, ഓണർ ഉണ്ടാവും, അത് അല്ലേ. ഓണറെയാണ് നമ്മൾ ഹോൾഡർ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഓപ്ഷൻ കോൺട്രാക്റ്റ് കൊടുക്കുന്ന ആളാണ് ഓണർ എന്ന് പറയുന്നത്. ആൾക്ക് റൈറ്റ് ഉണ്ട് കേട്ടോ. ആൾക്ക് എന്താണ്, വാങ്ങാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷെ അത് ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കണം എന്നുള്ള റൈറ്റ്സ് ഈ ബയ്യർക്കില്ല. വിത്തൗട്ട് ഒബ്ലിഗേഷനാണ്. ബയ്യറും സെല്ലറും ഒരു അണ്ടർലൈൻ അസറ്റിൻ്റെ മുകളിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസ് എടുത്തിട്ട് വിത്തിൻ എ സ്പെസിഫൈഡ് ഡേറ്റ് ഇൻ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാണ്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. അതാണ് ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബൈ ഓപ്ഷൻ,
one person buy an option contract to purchase 100 shares SBIൻ്റെ 100 ഷെയർസ് 200 അറ്റ് റുപ്പീസ് 250 പെർ ഷെയർ. ഒരു ഷെയറിന് 250 രൂപ വിലയിൽ 100 ഷെയർ പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. വിത്തിൻ 3 months കേട്ടോ, പീരീഡ് ആ 3 മാസത്തിനുള്ളിൽ. പക്ഷേ ആ 3 മാസത്തിൽ എന്ത് ചെയ്തു, ആ ഒരു ഷെയറിൻ്റെ വില 250 എന്നുള്ളത് നോക്കാം, 250 എന്നുള്ളത് 280 മാറിക്കഴിഞ്ഞാൽ ആൾക്ക് അവിടെ ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പിൻവലിക്കാം എന്നുള്ളതാണ്. അപ്പോൾ 250 രൂപ എസ് ബി ടിയിൽ നിന്ന് 250 രൂപൻ്റെ 100 ഷെയർസ് 3 മാസത്തിനുള്ളിൽ വാങ്ങും എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഹി വിൽ എക്സൈസ് ഓപ്ഷനെ എക്സൈസ് ചെയ്യാം, മീൻസ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഷെയറിൻ്റെ പ്രൈസ് വില കുറഞ്ഞിട്ടാണെങ്കിൽ ആൾക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നോട്ട് എക്സസൈസ്, ഷെയറിൻ്റെ വില കുറയുകയാണെങ്കിൽ ആൾക്ക് അത് നോട്ട് എക്സസൈസ് ആയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അല്ല എങ്കിൽ അവിടെ എന്താണ്, അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ടിനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പോൾ 250 രൂപക്ക് 280 ആയിക്കഴിഞ്ഞാൽ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വിൽക്കാനുള്ള ചോയ്സ് ഉണ്ട്. പിന്നെ 250 എന്നുള്ളത് 230 ആയിക്കഴിഞ്ഞാൽ ആൾക്ക് ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാനുള്ള റൈറ്റ്സും ഉണ്ട് കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ് ഓഫ് ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടോ. ബയ്യർക്ക് റൈറ്റ് ആണ്, പക്ഷേ ഇവിടെ ഒബ്ലിഗേഷൻ അല്ല. ഓക്കെ, അതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. റൈറ്റ് മീൻസ് അത് മേ ഓർ മേ നോട്ട് ബി ആയിട്ട്, അല്ലെങ്കിൽ ഫ്രീഡത്തിനുള്ള റൈറ്റ് ഉണ്ട്, അല്ലാതെ നിർബന്ധിച്ച് ഒരാളും ഇത് വാങ്ങാനോ വിൽക്കാനോ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക അതിൻ്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇറ്റ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ദാറ്റ് ഗിവ്സ് എ ബയ്യർ ദ റൈറ്റ്. ബയ്യറാണ് ഇതിൽ കിങ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബയ്യർക്ക് ഇതിൽ റൈറ്റ്സ് ഉണ്ട്. എഗ്രിമെൻറ്റ്സിൽ, ഈ കോൺട്രാക്റ്റിൽ ബയ്യർക്ക് റൈറ്റ്സ് ഉണ്ട്, ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ. പക്ഷേ ആളെ ഒരിക്കലും നിർബന്ധിക്കാൻ പാടുള്ളതല്ല, ആളെ ചോയ്സാണ്. ടു ബൈ ഓർ സെൽ എ സ്പെസിഫൈഡ് അസെറ്റ് സ്പെസിഫൈഡ് പ്രൈസ് വിത്തിൻ എ സ്പെസിഫൈഡ് പീരിയഡ്. ബാക്കിയൊക്കെ എന്താണ്, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഇതന്നെ വരുന്ന ഫീച്ചേഴ്സുകൾ തന്നെയാണ് വരുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ ആർ എ സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്റ്റ്. ഇതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണ്. കാരണം എന്താ, ദേ ആർ ട്രേഡഡ് ത്രൂ ദ എക്സ്ചേഞ്ച്. ഇത് ട്രേഡ് നടത്തുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് ഇത് ട്രേഡ് നടത്തുന്നത്. ഓക്കെ, ദേ ആർ സെറ്റിൽ ത്രൂ ദ ക്ലിയറിംഗ് ഹൗസ്. ഇത് സെറ്റിൽ ചെയ്യുന്നത് ക്ലിയറിംഗ് ഹൗസും മെമ്പേഴ്സുകൾ ഇൻ്റർമീഡിയറി ഉണ്ടായിട്ടാണ് ഇത് സെറ്റിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. തേർഡ് വൺ പറഞ്ഞിട്ടുള്ളത് ദർ ആർ 2 പാർട്ടീസ് ടു ഓപ്ഷൻ കോൺട്രാക്റ്റ്. 2 പാർട്ടീസ് ഓപ്ഷൻ കോൺട്രാക്റ്റിലുണ്ട്. വൺ ഈസ് എ ബയ്യറാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്ററാണ്, അല്ലെങ്കിൽ ഓണർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഓണർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്കാണ് ഇതിൽ ഒരുപാട് റൈറ്റ്സ് ഉള്ളത് ആർക്കാണ്, ബയ്യർക്കാണ് കേട്ടോ. ഇനി സെല്ലർക്ക് ഇതിൽ വലിയ റോളില്ല, എന്നാലും നമ്മൾ വിചാരിക്കും എന്തിനാണ് പിന്നെ ഈ സെല്ല് ചെയ്യുന്നത്. പക്ഷേ സ്റ്റഡീസ് പ്രകാരമൊക്കെ പറയുന്നത് ഒരു 20-25% ഒക്കെയാണ് ബയ്യർക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ, പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, ബയ്യർക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ, ബാക്കി സെല്ലർക്കാണ് കിട്ടുക എന്നുള്ളൊരു സ്റ്റഡീസ് ഉള്ളത് കൊണ്ട് സെല്ലേഴ്സിന്, പിന്നെ അതുപോലെ ഈ സെല്ലേഴ്സിന് ഒരു പ്രീമിയം എമൗണ്ട് കൊടുക്കും. പ്രീമിയം എമൗണ്ട് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കുമല്ലോ, അതുപോലെ ബയ്യർ സെല്ലർക്ക് എന്ത് കൊടുക്കും, ചെറിയൊരു എമൗണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ 50 രൂപ അങ്ങനെയൊക്കെ 100 രൂപ ഒക്കെ വെച്ചിട്ട് ഓരോ ഷെയർസിനും വെച്ചിട്ട് എന്ത് ചെയ്യും, പ്രീമിയമായിട്ട് കൊടുക്കും. ഈ പ്രീമിയം ബയ്യർ ഈ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറിയിട്ടില്ലെങ്കിലും ഈ ക്യാഷ് ആർക്കുള്ളതാണ്, സെല്ലർക്കുള്ളതാണ്. സോ അവിടെ സെല്ലർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സെല്ലർ ഇതിന് മുൻകൈയിട്ട് ഇറങ്ങുന്നത്. അല്ലാതെ സെല്ലർക്കായിട്ട് യാതൊരു റോൾ ഇവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുക കേട്ടോ. സെല്ലർക്ക് നഷ്ടം വന്നാലും ലാഭം വന്നാലും ഒന്നും ബയ്യറെ ബാധിക്കുന്നില്ല. ബയ്യറെ കാര്യം മാത്രമാണ് നോക്കുന്നത്. സെല്ലർക്ക് ഇവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് സെല്ല് ചെയ്യിക്കാനും ബയ്യിക്കാനുള്ള റൈറ്റും ഇല്ല. ബയ്യർക്ക് മാത്രമാണ് ഇതിൽ റൈറ്റ് ഉള്ളത്, വിത്തൗട്ട് ഒബ്ലിഗേഷൻസ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ബയ്യർ എന്ന് പറയുന്ന ഇൻവെസ്റ്ററാണ്, ഓണറാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹു ബൈസ് എ റൈറ്റ്, ആൾക്ക് ബൈ ചെയ്യാനുള്ള, ആരാണോ ബൈ ചെയ്യാൻ റൈറ്റ് ആളെ നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഓണർ, ബയ്യർ എന്നൊക്കെ പറയുന്നത്. സെക്കൻഡ് ഈസ് എ റൈറ്റർ, മീൻസ് സെല്ലർ, കൊടുക്കുന്ന ആൾ അല്ലെ, കോൺട്രാക്റ്റ് എഴുതുന്ന ആളാണ് ആര്, റൈറ്റർ അല്ലെങ്കിൽ സെല്ലർ എന്ന് പറയുന്നത്. സെല്ലർക്ക് എന്താണ്, സെൽ ദ റൈറ്റ്, സെല്ല് ചെയ്യാനുള്ള അവകാശമാണുള്ളത്. ബയ്യർ സെൽ ദ ബയ്യർ, ബയ്യർക്ക് പക്ഷേ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും റൈറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ. ആൾക്ക് മീൻസ് ഇത് കൊടുക്കാനും കൊടുക്കാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ പറഞ്ഞിട്ടുള്ളത് ദ സെല്ലർ ഓപ്ഷൻ സെൽ ദ റൈറ്റ് ചൂസ് ദ ബയ്യർ റിട്ടേൺ ഫോർ എ പേയ്മെൻറ്റ് ഈസ് കോൾഡ് പ്രീമിയം. പറഞ്ഞതുപോലെ എന്താണ് പ്രീമിയം അല്ലേ, ഒരു പേയ്മെൻ്റ് ആയിട്ട്, ഒരു റിട്ടേൺ പേയ്മെൻ്റ് ആയിട്ട് ബയ്യർ സെല്ലർക്ക് കൊടുക്കും. അതുതന്നെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. സോ പ്രീമിയം വാങ്ങാനുള്ള ഈ സെൽ ഓപ്ഷനിൽ എന്താണ് ബയ്യർക്ക് പ്രീമിയം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ബയ്യർ ഓപ്ഷൻ എക്സൈസ് ഹീസ് എ റൈറ്റ് ടു മേ നോട്ട് എക്സൈസ്. ഈ ആൾക്ക് ഇത് എക്സൈസ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്, അല്ലാത്ത എക്സൈസ് ചെയ്യാതിരിക്കാനുള്ള റൈറ്റും ബയ്യർക്ക് ഉണ്ട് കേട്ടോ. വിത്ത് എക്സൈസ് റൈറ്റ് ഓൺലി ബെനിഫിഷ്യൽ ഹിംസ് ഡൂയിങ്. ആൾക്ക് എന്തായാലും ബയ്യർക്ക് ബെനിഫിറ്റ് കിട്ടിയാലുള്ളല്ലോ ആൾ ഇതിന് നിൽക്കുള്ളൂല്ലോ, അതാണ് അവിടെ. അപ്പോൾ ആൾ എന്ത് ചെയ്യുക, ഹി വിൽ എക്സൈസ് ആയിട്ട് ചെയ്യുമെന്നുള്ളതാണ്. നോട്ട് ബെനിഫിഷ്യൽ ആണെങ്കിൽ അയാൾ ഇതിന് ഈ ഷാൾ നോട്ട് എക്സൈസ് ദ ഓപ്ഷൻസ്, അയാൾ അതിൽ നിന്ന് പിന്മാറുക എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ആൾക്ക് രണ്ടിനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രീമിയം പെയ്ഡ് ചെയ്യാൻ നിർബന്ധമാണ്. അപ്പോൾ ആൾക്ക് എന്ത് ചെയ്യും, പ്രീമിയം ലോസ് ആവുമെന്ന് മനസ്സിലാക്കുക, പ്രീമിയം നഷ്ടപ്പെടും കേട്ടോ. നെക്സ്റ്റ് സിക്സ്ത് വൺ പറഞ്ഞിട്ടുള്ളത് പ്രീമിയം ബയ്യറാണ് സെല്ലർക്ക് കൊടുക്കുന്നത്. അപ്പോൾ സെല്ലർക്ക് ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ വലിയ റോളില്ല. ഇതിൽ ഏറ്റവും കിങ് എന്ന് പറയുന്നത് ബയ്യറാണ്. അപ്പോൾ ബയ്യർ സെല്ലർക്ക് ഈ പ്രീമിയം എമൗണ്ട് കൊടുക്കുന്നത് മാത്രമാണ് ശരിക്കും പറയുകയാണെങ്കിൽ സെല്ലർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ, അല്ലാണ്ട് സെല്ലർക്ക് ഒരു പ്രോഫിറ്റ് കിട്ടണില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ബയ്യർ ആണ് എന്താണ് ഷെയർസിലെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. സോ അവിടെ എന്താണ് ബയ്യറുടെ ആ റൈറ്റ് ആളുടെ സൈഡിലെ ബെനഫിഷ്യൽ മാത്രമാണ് ആൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇപ്പം സെല്ലർക്കൊരു ഭാഗത്ത് സെല്ലർക്കാണ് ബെനിഫിറ്റ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബയ്യർക്ക് എന്ത് വരും, നഷ്ടം വരും ഇല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ബയ്യർ അതിന് നിൽക്കുമോ? ബയ്യർക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പിൻവാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അയാൾ എക്സൈസ് ചെയ്യൂല, മനസ്സിലാവില്ല. അപ്പോൾ സെല്ലർക്ക് എന്ത് കിട്ടൂല, ലാഭം കിട്ടൂല. അങ്ങനെയാണ് ഇതിൽ മാക്സിമം വരാറുള്ളത്. പക്ഷേ ഇവിടെ സെല്ലർ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ബയ്യർ ഒരു ചെറിയ എമൗണ്ട് പ്രീമിയം ആയിട്ട് കൊടുക്കും. ആ പ്രീമിയം ഇയാൾ ഈ എക്സൈസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് അത് ഫുൾഫിൽ ചെയ്താലും ഇല്ലെങ്കിലും ഈ പ്രീമിയം എമൗണ്ട് ആർക്കുള്ളതാണ്, സെല്ലർക്കുള്ളതാണ്. ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബയ്യർക്കാണ് റോളുള്ളത് കേട്ടോ, ബയ്യർക്കാണ് റൈറ്റ് ഉള്ളതും. എന്ത് വാങ്ങാനും വിൽക്കാനുള്ള റൈറ്റ് ബയ്യർക്കാണ്, സെല്ലർക്ക് അതിൽ വലിയ റോളില്ല എന്നും കൂടി മനസ്സിലാക്കണം നിങ്ങൾ. അയാൾക്ക് പ്രീമിയം എമൗണ്ട് മാത്രമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സെല്ലേഴ്സ് ഒരുപാടുണ്ട്. കാരണം ഈ പ്രീമിയം എമൗണ്ട് ഇപ്പോൾ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു സ്ഥല കച്ചവടം ചെയ്യുകയാണെങ്കിൽ ആ സ്ഥലത്തിന് നമ്മൾ അഡ്വാൻസ് കൊടുക്കും അല്ലേ, ഒരു 1000 അല്ലെങ്കിൽ 5000 റുപ്യ അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ ആ സ്ഥലം പിന്നീട് നമുക്ക് വേണ്ട തോന്നുകയാണ്. അപ്പോൾ ഈ അഡ്വാൻസ് നമുക്ക് തിരിച്ചു തരൂല. അങ്ങനെ ഒരു റൈറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ആർക്കുള്ളതാണ്, ഇത് ഈ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറിയാലും ആ അഡ്വാൻസ് ആ സെല്ലർക്കുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നോക്കുക, സെല്ലർ ഹാസ് എ നോ ചോയ്സ്, ആൾക്ക് ചോയ്സ് ഇല്ല, നോ റൈറ്റ് ഇല്ല, ഓൺലി ഒബ്ലിഗേഷൻസ് കേട്ടോ. ഓൺലി ഒബ്ലിഗേഷൻസ് മാത്രമാണ് ആർക്ക്, സെല്ലർക്കുള്ളത്. ബയ്യർക്കോ നോട്ട് ഒബ്ലിഗേഷനാണ്, without obligation. This means that a must meet obligation if the buyer exercise his rights. ആളുടെ ആ മീറ്റ് അല്ലെങ്കിൽ ആളുടെ എന്താണോ ഉദ്ദേശിച്ചത് അത് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബയ്യറുടെ റൈറ്റും ബയ്യർക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഏർപ്പെടുള്ളൂ. ഒരാളുടെ ബെനിഫിറ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റേ സൈഡിൽ എന്താണ് നഷ്ടം വരും, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ചിന്തിക്കണം നിങ്ങൾ കേട്ടോ, ചിന്തിച്ചിട്ട് ചെയ്യണേ, എഴുതണം.
നെക്സ്റ്റ് നോക്കുക, ദേ ആർ 2 ടൈപ്സ് ഓഫ് ഓപ്ഷൻസ് ഇതിലുണ്ട്. കോൾ ഓപ്ഷനുണ്ട്, പുട്ട് ഓപ്ഷനുണ്ട്. 2 ടൈപ്സ് ഓഫ് ഓപ്ഷൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. ഓക്കെ, ഇനി 8ാമത്തത്, ബൈ ഓപ്ഷൻ ഷുഡ് എക്സറൈസ് റൈറ്റ്സ് എനി ടൈം ഡ്യൂറിങ് ദ പീരിയഡ് കോൺട്രാക്ട് ഇൻ അമേരിക്കൻ സ്റ്റൈൽ. നമുക്ക് കുറച്ച് സ്റ്റൈൽസുകൾ പഠിക്കാനുണ്ട് കേട്ടോ. അതിൽ അമേരിക്കൻ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എനി ടൈമിൽ ഏത് സമയത്തും എന്താണ് നമുക്കിതിന് പിൻവലിയാനുള്ള, ബയ്യർ പിൻവലിയാനുള്ള, അല്ലെങ്കിൽ ബയ്യർ ഈ കോൺട്രാക്റ്റിൽ ഏത് സമയം എക്സറൈസ് ചെയ്യാനും അല്ലാണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കാം, ബയ്യർ കേട്ടോ. അപ്പോൾ അമേരിക്കൻ സ്റ്റൈലിൽ എനി ടൈം എന്നാണ്, എപ്പോൾ വേണമെങ്കിലും അത് രണ്ടും ചെയ്യാം. ഇനി യൂറോപ്യൻ ഓപ്ഷനിലാണെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് അഥവാ എക്സ്പിറേഷൻ ഡേറ്റ് എന്നാണോ അന്നാണ് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുക, അത് യൂറോപ്യൻ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസുകൾ ഇതിൽ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് സ്ട്രൈക്ക് പ്രൈസും അതുപോലെ സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്. സ്ട്രൈക്ക് പ്രൈസ് പറഞ്ഞാൽ നമ്മൾ ഇത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ട് നമുക്ക് വില കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിൽക്കുമല്ലോ, അല്ലെങ്കിൽ വില കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുമല്ലോ. അങ്ങനെ ചെയ്യുന്ന ആ സമയത്തുള്ള പ്രൈസാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്ട്രൈക്ക് പ്രൈസ് അറ്റ് വിച്ച് ഓണർ ബൈ ഓർ സെല്ലർ അണ്ടർലൈൻ അസെറ്റ്സിൻ്റെ മുകളിൽ വാങ്ങുക വിൽക്കുക ചെയ്യുന്ന അതാരാണ്? ഓണറാണ്. ഓണർ മീൻസ് ഇൻവെസ്റ്റേഴ്സാണ് കേട്ടോ, അഥവാ ബയ്യറാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ അതിനുള്ള റൈറ്റ്സ് ആൾക്കുണ്ട്. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി പറയണോ? നെക്സ്റ്റ് നോക്കാം, പാർട്ടീസ് ടു ഓപ്ഷൻ കോൺട്രാക്റ്റ് അഥവാ ഇതിൽ 2 പാർട്ടീസുകളുണ്ട്, പർച്ചേസർ അഥവാ ബയ്യർ, അതല്ലെങ്കിൽ ഓണർ, ഹോൾഡർ എന്നൊക്കെ പറയാം കേട്ടോ. ഇവരാണ് ആര്? പർച്ചേസർ എന്ന് പറയുന്നത് അഥവാ ഇൻവെസ്റ്റർ. ഹു ബൈ ദ ഓപ്ഷൻസ്, ഓപ്ഷൻ വാങ്ങുന്ന ആളെയാണ് നമ്മൾ ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പർച്ചേസർ എന്ന് പറയുന്നത് കേട്ടോ. അത് റൈറ്റ് ടു എക്സറൈസ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള ആളാണ്. നോ ഒബ്ലിഗേഷൻസ്. ഓക്കെ, ഇനി റൈറ്ററാണ് സെല്ലർ എന്ന് പറയുന്നത് കേട്ടോ. റൈറ്റർ സെല്ലറാണ്. ആൾക്ക് ഒരു റൈറ്റും ഇതൊന്നുമില്ല. ആൾക്ക് ഹാസ് എ ഹൈ റിസ്ക് ആണ് ഇവിടെ ഉള്ളത്, ടു ടേക്ക് ദ ഷോർട്ട് പൊസിഷൻ. ആൾ ഷോർട്ട് പൊസിഷനാണ് അവിടെ, മറ്റാളോ ലോങ് പൊസിഷനാണ്. നമുക്കറിയാം ബൈ ചെയ്യുമ്പോൾ ലോങ് പൊസിഷനാണ്, സെല്ലർ നമ്മളെന്താണ് ഷോർട്ട് പൊസിഷനാണ്. ഓക്കെ, ആ 2 പാർട്ടീസുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കുക, ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ് കേട്ടോ. ടേംസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സറൈസ് പ്രൈസാണ് അഥവാ സ്ട്രൈക്ക് പ്രൈസ് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൈസ് സ്പെസിഫൈഡ് ഇൻ എ ഓപ്ഷൻ, ദ പ്രൈസ് സ്പെസിഫൈഡ് ഇൻ ദ ഓപ്ഷൻ കോൺട്രാക്ട് ഈസ് കോൾഡ് എക്സറൈസ് ഓർ സ്ട്രൈക്ക് പ്രൈസ്. ഫിക്സഡ് പ്രൈസ് വിച്ച് ഓണർ ക്യാൻ ബൈ ഓർ സെൽ ആസ് അറ്റ്. അപ്പോൾ ഇതിൽ നമ്മുടെ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഉള്ള പ്രൈസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ. അഥവാ നമ്മൾ ഇതിൽ എപ്പോഴാണോ നമ്മുടെ ശരിക്കും പറയുകയാണെങ്കിൽ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഒരു പ്രൈസ് ഉണ്ടാവും, ആ പ്രൈസാണ് ശരിക്കും എന്ത് പറയുന്നത് സ്ട്രൈക്ക് പ്രൈസ്. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, ആ പ്രൈസിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനും അല്ലാണ്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പറഞ്ഞത് മനസ്സിലായോ? ബയ്യർക്ക് ഏത് സമയം ഇതിൽ നിന്ന് ഇത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. ഇതിന് കറക്റ്റ് ഒരു പീരിയഡോ ഒന്നും പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് സ്പോട്ട് പ്രൈസ് പറഞ്ഞാൽ നമ്മളെ അസറ്റ്സ് കറണ്ട് പ്രൈസാണ് അല്ലേ. അണ്ടർലൈൻ അസറ്റ്സിൻ്റെ കറണ്ട് പ്രൈസാണ് സ്പോട്ട് പ്രൈസ് എന്ന് പറയുന്നത്. ടു എക്സറൈസ് ഓപ്ഷൻ കോൾഡ് സ്പോട്ട് പ്രൈസ്. നമ്മൾ എക്സറൈസ് ചെയ്യുന്ന സമയത്ത് അസറ്റിൻ്റെ മുകളിൽ എത്രയാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതാണ് സ്പോട്ട് പ്രൈസ് പറഞ്ഞാൽ കറണ്ട് മാർക്കറ്റ് പ്രൈസാണ് കേട്ടോ. ഓക്കെ, എക്സറൈസ് പ്രൈസ് മറക്കണ്ട, അതുതന്നെയാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ കോൺട്രാക്റ്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത പ്രൈസാണ് ഏത് സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ അത് ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം, അതിൽ ആ സ്ട്രൈക്ക് പ്രൈസിനെ നമുക്ക് പിൻവലിക്കാം, അല്ലെങ്കിൽ അത് അടിസ്ഥാനത്തിൽ നമുക്ക് വാങ്ങി വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.
നെക്സ്റ്റ് അണ്ടർലൈങ് ആണ്, മീൻസ് അണ്ടർലൈങ് അസറ്റ്സ് പ്രകാരം തന്നെയാണ് ഇതിന് വാല്യൂ നിശ്ചയിക്കുന്നത് കേട്ടോ. അണ്ടർലൈങ് അസറ്റ് പ്രകാരമാണ് വാല്യൂ നിശ്ചയിക്കുന്നത്. നെക്സ്റ്റ് പ്രീമിയമാണ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ ബയ്യർ സെല്ലർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ് പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ റൈറ്റ് ടു എക്സൈസ് ഇത് എന്താണ് പർച്ചേസർ അല്ലെങ്കിൽ ഓണർ എക്സൈസ് ചെയ്യാനുള്ള റൈറ്റ്സ് കേട്ടോ. അങ്ങനെയും അല്ലെങ്കിൽ അത് ഇല്ലാണ്ടേക്ക് നമുക്ക് പറ്റും. പക്ഷേ എന്തെന്നെ ആയാലും മേ ഓർ മേ നോട്ട് ബി എക്സൈസ് ദ ഓപ്ഷൻ ആണെങ്കിൽ അവിടെ എന്താണെങ്കിലും നമുക്ക് ഈ സെല്ലർക്കൊരു ചെറിയ എമൗണ്ട് കൊടുക്കണം, ബെനിഫിറ്റ് ഈ ഒരു എമൗണ്ട് കൊടുക്കണം, ചെറിയൊരു എമൗണ്ട് പേ ചെയ്യണം. അതാണ് പ്രീമിയം കേട്ടോ. നെക്സ്റ്റ് എക്സ്റൈസ് ഡേറ്റ് ആണ്. എക്സ്റൈസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഓപ്ഷനിൽ നമ്മൾ ഏത് ഡേറ്റ് ആണോ കൊടുത്തിട്ടുള്ളത് അതാണ് കേട്ടോ. അല്ല, എക്സ്റൈസ് റേറ്റ് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ ഓപ്ഷന് എക്സ്റൈസ് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്, അത് സെറ്റിൽമെൻ്റ് ആക്കുന്നത്, ആ സമയത്തുള്ള ഡേറ്റ്, ആ ഡേറ്റാണ് എക്സ്പിറേഷൻ ഡേറ്റ് പറഞ്ഞാൽ നമ്മളെ ഓപ്ഷനിൽ നമ്മൾ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ കൊടുത്ത ഡേറ്റാണ് എക്സ്പിറേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. എക്സ്പിറേഷൻ ഡേറ്റും എക്സ്റൈസ് റേറ്റും. എക്സ്റൈസ് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ അത് നടപ്പിലാക്കി സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് അതാണ് കേട്ടോ. ഓക്കെ, എക്സ്പിറേഷൻ ഡേറ്റ് ക്ലിയർ ആയല്ലോ. ഈ ടേംസുകളെല്ലാം ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം. എക്സ്റൈസ് പ്രൈസ് അഥവാ സ്ട്രൈക്ക് പ്രൈസ്, സ്പോട്ട് പ്രൈസ്, അണ്ടർലൈൻ അസറ്റ്സ്, പ്രീമിയം, ദെൻ എക്സ്റൈസ് ഡേറ്റ്, എക്സ്പിറേഷൻ ഡേറ്റ് കേട്ടോ. ഈ 6 ടേംസുകളാണ് അതിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നീഡ് ഫോർ ഓപ്ഷൻസ് ആണ് അഥവാ അഡ്വാൻറ്റേജസ്. എന്തൊക്കെ അഡ്വാൻറ്റേജസുകളാണ് ഇതിനുള്ളത് നോക്കാം. വിത്ത് ലെസ് ക്യാപിറ്റൽ, കുറച്ച് ക്യാപിറ്റൽ മതി, ട്രേഡ് ലാർജ് പൊസിഷൻ, അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് ലാർജ് പൊസിഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും, മീൻസ് ബൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ ബയ്യർ ക്യാൻ ലിമിറ്റ് ദ ലോസ്. ബയ്യർക്ക് ലിമിറ്റ് അല്ലെങ്കിൽ ബയ്യറുടെ ലോസ് എന്ന് പറയുന്ന ലിമിറ്റാണ്. കാരണം ആൾക്ക് ലോസ് സംഭവിക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അയാൾ ലോസ് റിസ്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആൾക്ക് മാക്സിമം പ്രോഫിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ബയ്യറെ സംബന്ധിച്ചിടത്തോളം റിസ്ക് കുറവാണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ഓപ്ഷൻ ക്യാൻ ബി യൂസ്ഡ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഫാൾ ഇൻ പ്രൈസ് അസറ്റ്. നമുക്ക് ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഫാൾ ഇൻ പ്രൈസ് ഓഫ് ആൻ അസറ്റ് ആണെങ്കിൽ, അസറ്റിൻ്റെ വില കുറയുകയാണെങ്കിൽ അതിനെതിരെ ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നോക്കാം, സ്പെക്കുലേഷന് വലിയൊരു സ്ഥാനം ഇവിടെ ഉണ്ട്. സ്പെക്കുലേഷൻ ഒരുപാട് ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അവർ ഒരുപാട് ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടൂൾസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ക്യാൻ ബി യൂസ്ഡ്, ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും ടൂൾസ് ഓഫ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദെൻ അതുപോലെ ഇതൊരു ഫ്ലെക്സിബിൾ ഓഫറാണ്. കാരണം ബയ്യർക്കും സെല്ലർക്കും ഇതിൽ 2 പാർട്ടീസുകളുണ്ട്. അവർക്ക് ഇതൊരു ഫ്ലെക്സിബിളാണ്, മീൻസ് റിജിഡല്ല. ഇത് എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. ഇതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് നോക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനാണ് അല്ലേ. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഓപ്ഷനും നമുക്ക് എന്താണെന്ന് മനസ്സിലായി. അതിൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. ബോത്ത് ദ പാർട്ടീസ് ആർ ഒബ്ലൈഡ് പെർഫോം ദ കോൺട്രാക്റ്റ് ബൈ ഓർ സെൽ അണ്ടർലൈൻ അസറ്റ്സ്. 2 പാർട്ടീസുകൾ ഉണ്ടാവും. അണ്ടർലൈൻ അസറ്റ്സിൻ്റെ പേരിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ്. മറ്റേതോ ഓൺലി ദ സെല്ലർ റൈറ്റ് ഒബ്ലിഗേറ്റ്. ഇത് സെല്ലറുടെ മാത്രം ഒബ്ലിഗേറ്റഡ് ആയിട്ടാണ് ഇത് വരുന്നത്. അവർ മാത്രമാണ് ഇതിൽ പെർഫോം ചെയ്യുന്നത്. സെല്ലർക്കാണ് ഇത് വാങ്ങുക വിൽക്കുക എന്ന്, അയാൾക്കാണ് ലാഭം വേണം എന്നുള്ള ചിന്ത. പക്ഷേ ബയ്യറാണ് അവിടെ കിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഓൺലി സെല്ലറാണ് ഇത് ഒബ്ലിഗേറ്റ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കുക, മാർജിൻ ദ ബേസിസ് ഓഫ് കോൺട്രാക്റ്റ്. ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ മാർജിൻ ഉണ്ട്. മാർജിൻ ബേസിസ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. മറ്റത് അങ്ങനെയല്ല, ഓപ്ഷൻ പ്രീമിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് ഓപ്ഷൻ കോൺട്രാക്റ്റ്. ദെൻ അതുപോലെ ഫ്യൂച്ചറിൽ ഹൈ മാർജിൻ റിക്വയർമെൻ്റ് ആണ്, ഓപ്ഷനിൽ ലോ മാർജിൻ റിക്വയർമെൻറ്റ്സ് ആണ്
റിക്വയർസുകളാണ്. അതുപോലെ ഫ്യൂച്ചറിലോ ബോത്ത് ബയ്യർ ആൻഡ് സെല്ലർ ഫേസ് ദ പോസിബിലിറ്റി ഓഫ് അൺലിമിറ്റഡ് ഗെയിൻ ഓർ ലോസ്. ഇവിടെ എന്താണ്, ബയ്യർക്കും സെല്ലറും ഒരുപോലെ അൺലിമിറ്റഡ് ഗെയിനും ലോസും സംഭവിക്കും എന്നുള്ളതാണ്. പക്ഷേ ബയ്യർ ഹാവ് എ പോസിബിലിറ്റി അൺലിമിറ്റഡ് പ്രോഫിറ്റ് അല്ലേ. നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ബയ്യർക്ക് എന്താണ് അൺലിമിറ്റഡ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ബട്ട് ദെയർ ലോസോ ലിമിറ്റഡ് ആണ്. ലോസ് ലിമിറ്റഡ് ആണ് ബയ്യറുടെ കേസിൽ കേട്ടോ. ബയ്യറുടെ കയ്യിൽ ലോസ് ലിമിറ്റഡ് ആണ്. അതുപോലെ അൺലിമിറ്റഡ് പ്രോഫിറ്റ് എന്നുള്ള പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷേ സെല്ലറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ലിമിറ്റഡ് ആണ്, ലോസ് അൺലിമിറ്റഡ് ആണ്. നെക്സ്റ്റ്, മോസ്റ്റ്ലി യൂസ്ഡ് ബൈ സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ആർബിട്രേജേഴ്സ്. അത് സ്പെക്കുലേറ്റേഴ്സും ആർബിട്രേജേഴ്സും അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർ ഈ ഒരു ഇതിൽ സ്പെക്കുലേറ്റേഴ്സുകൾ ആർബിട്രേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്താണ്, ഓപ്ഷൻ കോൺട്രാക്റ്റിൽ മിനിമൈസ് ദ റിസ്ക് മിനിമൈസ് ചെയ്യുന്ന ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പെക്കുലേഷനും അവർക്കും ചാൻസ് ഉണ്ട്, അല്ലാതെ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാം, ഹോണേഡ് ആൻഡ് ബോത്ത് പാർട്ടീസ് ഓഫ് സ്പെസിഫൈഡ് ഡേറ്റ്. ആ ഒരു സ്പെസിഫൈഡ് ഡേറ്റിലാണ് ഇത് രണ്ട് പാർട്ടീസും ഹോണേഡ് ചെയ്യുന്നത്, ഇതിന് തീരുമാനം ആക്കുന്നത്. മറ്റേതോ ഇതിൽ ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് കോൺട്രാക്റ്റ് ഓപ്ഷൻ പീരിയഡ് നമുക്ക് എനി ടൈമിൽ കേട്ടോ, ബയ്യർ അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കോൺട്രാക്റ്റ്, ഏത് സമയത്തും ഇത് സെറ്റിൽമെൻറ്റ് ചെയ്യാം, എക്സറൈസ് ചെയ്യാം. അതുപോലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന റിസ്ക് ഹൈ ആണ്, ഓപ്ഷൻ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് റിസ്ക് ലോ ആണ്. ഓക്കെ, അതുകൂടെ ഒന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് നോക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ. ഇതിൻ്റെ ഫോർവേഡിൻ്റെയും ഫ്യൂച്ചറിൻ്റെയും നോക്കുക. ഒന്നെന്താണ്, ബോത്ത് ബയ്യർ ആൻഡ് സെല്ലർ ഹാവ് എ ഒബ്ലിഗേഷൻ അല്ലേ, ഒബ്ലിഗേഷനാണ്. മറ്റേത് ബയ്യർ ഓപ്ഷൻ ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ. ബയ്യർ ഹാഡ് എ ഓപ്ഷൻ ബട്ട് നോട്ട് ഒബ്ലിഗേഷൻ. ഓക്കെ, സെല്ലർക്കാണ് ഒബ്ലിഗേഷൻ ഉള്ളത്, ബയ്യർക്ക് വിത്തൗട്ട് ഒബ്ലിഗേഷൻ ആണ്. നെക്സ്റ്റ്, ഫോർവേഡിലാണെങ്കിൽ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. മറ്റേതോ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. കസ്റ്റമൈസ്ഡ് ആവാൻ കാരണം എന്താണ്, നോട്ട് ട്രേഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ അല്ല ട്രേഡ് ചെയ്യുന്നത്. മറ്റേതോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് ഓപ്ഷൻസ് കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇനി ഫോർവേഡ് ദർ ഇസ് എ നോ പ്രീമിയം ആൻഡ് മാർജിൻ. അവിടെ അതൊന്നുമില്ല, പ്രീമിയം അല്ല മാർജിനും ഇല്ല കേട്ടോ. ഇവിടെയോ പ്രീമിയം ഉണ്ട്, അതുപോലെ മാർജിനും ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. പ്രീമിയം ഉണ്ട്, സെല്ലർക്ക് ഒരു പ്രീമിയം കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ്, എക്സ്പെഡേറ്റ് ഡിപ്പെൻഡ് അപ്പോൾ ദ ട്രാൻസാക്ഷൻ അനുസരിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എക്സ്പെഡേറ്റ് കൊടുക്കുന്നത്. ഇവിടെ അമേരിക്കൻ ഓപ്ഷനാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അമേരിക്കൻ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് എനി ടൈമാണ്, ഏത് സമയത്തും അതിൽ എക്സറൈസ് ചെയ്യുക അല്ലെങ്കിൽ എക്സറൈസ് ചെയ്യാതിരിക്കാം എന്നുള്ള ഒരു കണ്ടീഷനാണുള്ളത്. ഇത്രയാണ് ഇതിൻ്റെ ഫോർവേഡിൻ്റെയും ഓപ്ഷൻ്റെയും ഡിഫറൻസ് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് രണ്ടും ശ്രദ്ധിക്കുക കേട്ടോ, ഫോർവേഡ് ആൻഡ് ഓപ്ഷനും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനും കേട്ടോ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ?